ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടനും സുനന്ദയുമായിട്ടുള്ള രഹസ്യ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ നിധി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സുനന്ദയുടെ അടുത്തും അതുപോലെ തന്നെ സുഭാഷ് ചേട്ടൻ്റെ അടുത്തും സംസാരിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മളെ നിധി അമ്പലത്തിലേക്ക് പോയപ്പം സുനന്ദ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു. സുനന്ദ എന്തായാലും അവൾക്ക് വിവാഹം ഉറപ്പിച്ച പയ്യനുമായിട്ട് ജീവിക്കാൻ കഴിയില്ല. സുഭാഷ് ചേട്ടനെ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്നൊരു ദിവസം വേറൊരാളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സാധിക്കുക? എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ധൈര്യവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ അവൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ ജീവിതകാലം മൊത്തം ഇഷ്ടപ്പെടാത്ത ഒരാളെ കൂടെ ജീവിച്ചത് നിനക്കും അയാൾക്കും ബുദ്ധിമുട്ടാണ്. ഓരോ നിമിഷവും നീ നീറി നീറി ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ തന്നെ അതിൽ പൊരുത്തപ്പെട്ട് ഇത് നിന്റെ പുതിയ ജീവിതമാണെന്ന് പൊരുത്തപ്പെട്ട് സുഭാഷ് ചേട്ടനെ മറന്ന് ജീവിക്കാൻ ശ്രമിക്കണം. നിന്റെ ഇപ്പോഴത്തെ മനസ്സ് വെച്ച് നിനക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മളെ സുനന്ദയ്ക്കും കാര്യം മനസ്സിലായി. ഇതിലൊരിക്കലും ഒതുങ്ങി നിന്ന് പോകാൻ സാധിക്കില്ല. അവളുടെ മനസ്സിൽ അത്രത്തോളം സുഭാഷ് ചേട്ടനുമായിട്ടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ അവൾ ചോദിക്കണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ നിധി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാളെ നമുക്ക് വിവാഹം നടത്താം, നീ അതിന് തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മളെ സുനന്ദ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ നീ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഷോക്ക് ആവേണ്ട ആവശ്യമില്ല. നീ അതിൽ നിന്ന് തന്നാൽ മാത്രം മതി, നിനക്കൊരു മനസ്സുണ്ടായാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നാളെ കല്യാണം നടത്താം. ഇന്നിപ്പോൾ നേരെ ഇത്ര മണിയായി. അപ്പം നാളെ ഇപ്പോൾ കൃത്യം 10 മണിയാകുമ്പോൾ നീ ഇവിടെ അമ്പലത്തിലേക്ക് വരണം. ഈ അമ്പലത്തിൽ വെച്ച് നമുക്ക് കെട്ട് നടത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുനന്ദയാണെങ്കിൽ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ 10 മണിക്ക് ഞാനും എത്താം, എനിക്കിപ്പോൾ ഒരു ധൈര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം സുനന്ദയുടെ സ്വഭാവം നമ്മളെ നിധിക്ക് നല്ലോണം അറിയുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നിൻ്റെ വാക്ക് നീ മാറ്റില്ലല്ലോ, 10 മണിയാകുമ്പോൾ നീ ഇവിടെ എത്തുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സുനന്ദ എത്തും തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി ഇക്കാര്യം വീട്ടിലും കൂടി നിധിക്കൊന്ന് അവതരിപ്പിക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. വീട്ടിലാണെങ്കിൽ നമ്മളെ സുനന്ദയുടെ കല്യാണക്കാര്യം ഇങ്ങനെ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അവളെ കാണാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടും തലക്കുറി കൊടുക്കാൻ വേണ്ടിയിട്ടും അവളുടെ വരൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ നമ്മളെ സുനന്ദ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് ഇന്നെങ്കിലും ഒന്ന് സാരിയൊക്കെ കൊടുക്കാൻ തോന്നിയല്ലോ, പെൺകുട്ടികളുടെ അരി ഇത്രയേ ഉള്ളൂ, നല്ലതിൻ്റെ കാര്യത്തിലേക്ക് കെട്ടിച്ചു വിടുമ്പോൾ അവരുടെ മനസ്സൊക്കെ മാറും, പ്രേമത്തിന് ഇത്രയൊക്കെയുള്ളൂ വില എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുനന്ദയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സുനന്ദയ്ക്ക് ദേഷ്യം വരാട്ടോ ഇങ്ങനെയൊക്കെ അമ്മ പറയുമ്പോൾ. സുനന്ദ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും സുനന്ദ ഇപ്പോൾ സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ സത്യങ്ങളൊന്നും സുനന്ദ ഇപ്പോൾ അമ്മയോട് തുറന്നു പറയുന്നൊന്നുമില്ല കേട്ടോ. അവസാനം ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ചായയൊക്കെ ചെക്കന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിക്കുന്നു, തലകുറിയൊക്കെ കൈമാറുന്നുണ്ട്. എന്തായാലും നല്ലൊരു ദിവസം നോക്കി നമുക്ക് കല്യാണവും നിശ്ചയമൊക്കെ ഉറപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ലളിതയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. സുനന്ദയുടെ നെഞ്ച് നീറി നീറി പൊട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾക്ക് നാളെ അവളുടെ കല്യാണം കഴിക്കാൻ പോകുക എന്നുള്ള സന്തോഷവുമുണ്ട്, അതേപോലെ തന്നെ അവൾക്ക് നല്ല ടെൻഷനും ഉണ്ട് കേട്ടോ. നമ്മളെ നിധിയാണെങ്കിൽ വീട്ടിൽ ഇത് ഹരീഷിനോടും നികേഷിനോടും അതുപോലെ തന്നെ സുധീഷിനോടൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും നമ്മളെ നിധിയെ എതിർത്തുകൊണ്ടിരിക്കട്ടെ, അതൊന്നും നടക്കില്ല, ആ പെൺകുട്ടി ഒരിക്കലും ഇറങ്ങി വരാൻ പോകുന്നില്ല, അവൾക്ക് അത്രത്തോളം ധൈര്യമൊന്നും ഇല്ല, അതൊരു പേടിത്തൊണ്ടിയാണെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ നിധിയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കില്ല. ഇല്ല, അവൾ എനിക്ക് വാക്ക് തന്നാൽ 10 മണിയാകുമ്പോൾ ആ കുട്ടി ഇറങ്ങി വരും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ മനസ്സ് നിധി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് അവരെല്ലാവരും സമ്മതിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി ഉറപ്പ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, അല്ലാതെ ഇതിന് പോയിട്ട് കാര്യമില്ല, അടിയും കാര്യങ്ങളൊക്കെ നമുക്കത് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ആ പെൺകുട്ടി ഓക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും അതിന് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇക്കാര്യം സുഭാഷ് ചേട്ടനുമായിട്ട് ആരാ അവതരിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ നിധി ചാടിക്കയറി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പോയി കാര്യം പറയാം കേട്ടോ. അപ്പോൾ ആദ്യം സുഭാഷ് ചേട്ടനൊന്നും ആകെ ഷോക്കായി, ഇതൊന്നും നടക്കില്ല, പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച് ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി സുഭാഷ് ചേട്ടനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ നല്ല നിർബന്ധിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടന് സുനന്ദയെ ഇഷ്ടമല്ല, പിന്നെ എന്താ കുഴപ്പം? അപ്പോൾ സുഭാഷ് ചേട്ടന് ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ആ പെൺകുട്ടിയുടെ വീട്ടിലിറങ്ങുന്നത് വലിയ ബഹളമായി. ഇപ്പം തന്നെ നമ്മളെ വീട്ടുകാരെ അവർക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ, നാട്ടുകാർക്കും നമ്മളെ കണ്ടുകൂടാ, പിന്നെ പുതിയൊരു പ്രശ്നം നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട, ഇതൊന്നും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല, ഇതൊന്നും വേണ്ട നിധി, വേണ്ടാത്ത കാര്യത്തിൽ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിധിയാണ് പറയുന്നുണ്ട്, അവൾ നാളെ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് അമ്പലത്തിൽ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സുഭാഷ് ചേട്ടൻ വന്നാൽ മതി. സുഭാഷ് ചേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ആ പെൺകുട്ടി ഇന്നലെ എന്നോട് പറഞ്ഞതാണ്, സുഭാഷ് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ ചതിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. സുഭാഷ് ചേട്ടന് താല്പര്യമുണ്ടോ ആ പെൺകുട്ടിയെ ചതിക്കാൻ? 10 മണിയാകുമ്പോൾ ആ
ആ പെൺകുട്ടി അവിടെ വരുമെന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് മാറ്റുകയാണ്. അങ്ങനെ സുഭാഷ് ചേട്ടനും ലാസ്റ്റ് അതിന് സമ്മതിക്കുന്ന രീതിയിൽ വാക്ക് കൊടുക്കുകയാണ്. എന്തായാലും സുഭാഷ് ചേട്ടന് അവളോട് സ്നേഹമുണ്ട്, പക്ഷെ പ്രശ്നങ്ങൾക്കൊന്നും സുഭാഷ് ചേട്ടന് താല്പര്യമില്ല. ഇതൊരിക്കലും നടക്കില്ല എന്നാണ് അവരുടെ മനസ്സിൽ പറയുന്നത്. അപ്പം പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ട എന്നാണ് സുഭാഷ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും സുഭാഷ് ചേട്ടനും പിന്നെ ഒരു ഹോപ്പ് ഉണ്ടായെന്ന് തോന്നുന്നു. നിധി ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ആ പെൺകുട്ടിക്കും കഴിയില്ല, സുഭാഷ് ചേട്ടനെ വിട്ട് പിരിയാൻ കഴിയില്ല എന്നാണ് നിധിയോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടനും എന്തോ ഒരു സോഫ്റ്റായി, മനസ്സിന് എന്തോ ഒരു സങ്കടമൊക്കെ തോന്നിയിട്ട് സുഭാഷ് ചേട്ടനും ഓക്കെ പറയാണ് കേട്ടോ ലാസ്റ്റ്. അങ്ങനെ അവരെല്ലാവരും കൂടി നാളെ നമ്മൾ ഈ കല്യാണം നടത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡണ്ണടിക്കുകയാണ് കേട്ടോ. ഇപ്പം എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. നാളെ 10 മണിയാകുമ്പോൾ സുനന്ദ എന്തായാലും അമ്പലത്തിലെത്തുമോ, സുഭാഷ് ചേട്ടൻ അവിടെ എത്തുമോ, കല്യാണം നടക്കുമോ ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.